ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ലക്ഷ്മണകുമാരൻ രാവണപുത്രനെ കൊല്ലുകയാണ്. ഇന്ദ്രജിത്ത് വാനരസേനയ്ക്കുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ ചില്ലറയല്ല. ലോകത്തെ ഭയപ്പെടുത്താൻ പ്രാപ്തിയുള്ള പോരാളിയാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ച അസുരൻ കൂടിയാണ്. ആ ഇന്ദ്രജിത്തിനെ മഹായുദ്ധത്തിൽ ശ്രീരാമ സഹോദരനായ ലക്ഷ്മണൻ കൊല്ലുന്നതാണ് നാം കാണുന്നത്. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകർന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണുലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാ ഹാ സുകുമാര വീരമനോഹര, മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു. ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായിതു. നമ്മെയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചുമത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങിച്ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രയും വേപധുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനിന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിന്നാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും. ദേവദേവേശ്വരനായ പുരവൈരീ സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനം പുണ്യജനാധിപൻ. ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ
സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധനം. പാടില്ല എന്ന് രാവണനെ വിലക്കുകയാണ്. രാവണൻ്റെ മനസ്സിൽ അങ്ങനെയൊരാഗ്രഹം ഉടലെടുക്കുകയാണ്. ഇനി സീതയെ കൊല്ലുക തന്നെയാണ് വഴിയെന്ന് രാവണൻ ചിന്തിക്കുകയാണ്. പക്ഷേ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ രാവണ കൊട്ടാരത്തിൽ ഒരു രാക്ഷസനായ ഒരാളെങ്കിലും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാന്വയോദ്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു. സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമായൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടും നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരാധികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ. ശുക്രാചാര്യർ രാവണന് ഉപദേശം കൊടുക്കുകയാണ്. ഇനി നീ ദേവതമാരെ പ്രസാദിക്കുക മാത്രമേ വഴിയുള്ളൂ രാവണ. നീ ഹോമം തുടങ്ങുക ഉടൻ തന്നെ, എങ്കിൽ നിനക്ക് വിജയം ഉറപ്പാണ്. വ്യോമമാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂമം കണ്ടു രാവണസോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരേ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നങ്ങു രാവണമന്ദിരം പുക്കു പുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹയിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർക്കളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും
സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല മനസ്സേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വരാമാനം, ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരേ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാത്തേ ബലീയസി മാനസേ ഹാ വിധിവൈഭവമെത്രയുമത്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കപികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നേടിനാൻ. മണ്ഡോദരി രാവണനോട് പറയുകയാണ്, ഇതെന്തൊരു കഷ്ടമാണ് രാവണ, നിന്റെ ചെയ്തികൾ എത്രത്തോളം പാപകരമാണ്. സ്വന്തം ഭാര്യയെ വാനരന്മാർ ആക്രമിക്കുന്നത് കണ്ടിട്ടും നീ എന്ത് നേടുവാൻ വേണ്ടിയിട്ടാണ് ഈ പൂജയുമായിരിക്കുന്നത്? നിന്റെ മരണം അടുത്തിരിക്കുന്നു. പൃഥ്വീപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീ സുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂഢാ ജലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു, സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴുക തപസ്സിനായി. മണ്ഡോദരീ വാക്കുകേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യുവരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലെടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാഘവനോടു എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. എനിക്ക് നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മണ്ഡോദരി.
മകനെയും ബന്ധുജനങ്ങളെയും രാജ്യവും എല്ലാം ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് തന്നെയാണ് ശ്രേഷ്ഠം. കാട്ടിൽ പോയി തപസ് ചെയ്യുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന അവസ്ഥയിലേക്ക് രാവണൻ ചെന്നെത്തിയിരിക്കുന്നു. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരുമൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാൻ ഇവരോടു പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകെ വരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. ഒരേ സമയത്ത് ഒട്ടനവധി രാക്ഷസന്മാരോട് ഒരുപോലെ പൊരുതുകയാണ് രാമൻ. എല്ലാവർക്കും തോന്നുന്നത് രാമൻ എന്നോട് മാത്രമാണ് പൊരുതുന്നത് എന്നാണ്. അങ്ങനെ ഒട്ടനവധി രാക്ഷസന്മാരെ ഒരേ നേരം അമ്പുകൾ കൊണ്ട് വല്ലാതെ ഉപദ്രവിക്കുകയാണ് രാമൻ. രാമബാണങ്ങളുടെ ശക്തി അതുതന്നെയാണ്. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭാനാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പൊരുമാളല്ലയോ ദശഗന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. ലങ്കയിലുള്ള മുഴുവൻ പ്രജകളും രാവണനെ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. മൂഢയായ ശൂർപ്പണഖയുടെ വാക്ക് കേട്ട് രാജാവായ രാവണൻ ഇറങ്ങിച്ചെന്നതുകൊണ്ടാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത്. രാമനെ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല ശൂർപ്പണഖ. അതുപോലെ രാമപത്നിയായ സീതയെ രാവണനും ഒരിക്കലും കട്ടുകൊണ്ടുവരാൻ പാടില്ലായിരുന്നു.
ആ തെറ്റിനുള്ള ശിക്ഷയാണ് നമ്മൾ കൂടി അനുഭവിക്കുന്നത് എന്ന് പ്രജകൾ പറയുകയാണ്. ഭരണാധികാരി പിഴച്ചാൽ രാജ്യം തന്നെ ഇല്ലാതാവും. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇതിഹാസം നമ്മെ പഠിപ്പിക്കുന്നു. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യ ജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതു. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദമടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദോഷവും ഉണ്ടിവനാരെയുമില്ല കൃപയുമൊരിക്കലും. ഇമ്മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മെയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. രാവണൻ സ്വയം കേൾക്കുകയാണ്. രാക്ഷസ സ്ത്രീകൾ രാവണനെ പരുഷം പറയുന്നത് ദുഃഖത്തോടെ കേൾക്കേണ്ടി വരികയാണ് ദശാനൻ. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു. ചാപലമെന്നിയേ വാനരവീരരും രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റമൂക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനുമഥ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതുകൊണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ. ക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാൻ അവനെയുമന്നേരം. പൊങ്ങും മിഴികളോടാശരാധീശനും പോർമദത്തോടുമടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാൻ ഊഴിയിൽ. രാമനും ഐന്ദ്രാസ്തമെയ്തു തടുത്തിതു താമശാസ്ത്രത്തെയുമപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായിദാശു കവികളും. വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരഭിവായസ വാനര സിംഹരുരു വൃഗകാക ഗൃധ്രാനനമായി വരുമാസുരാസ്ത്രകം. മുൽഗരപട്ടസ ശക്തി പരശ്വത ഖഡ്ഗശൂലപ്രാസ ബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളുമാദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രം എയ്തൽപതേരായുധം കാണായിതന്തികെ. ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചിതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരമാഖണ്ഡലവൈരിയും
ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവുത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതുകൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലുക്കോടു തൽക്ഷണേ കേതു ഖണ്ണിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗദ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാൻ. അതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വാൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു. ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലേ. അതിഘോരമായ യുദ്ധമാണ് രാവണന്മാർ തമ്മിൽ നടക്കുന്നത്. ആവുന്ന വിധത്തിൽ മർക്കടരാജന്മാരും ഈ യുദ്ധത്തിൽ ഭാഗവാക്കാവുകയാണ്. അതിഘോരമായ യുദ്ധം. രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചുരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിലാധിമുഴുത്തു രഘുകുലനായകൻ താരേയ താതനോടേവമരുൾ ചെയ്തു. ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും. വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതുമരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതുമേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ചനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. ലക്ഷ്മണന് ബോധക്ഷയം വന്നത് കണ്ടപ്പോൾ രാമൻ്റെ ഉള്ളിലുള്ള ഊർജം ചോർന്നു പോവുകയാണ്. തൻ്റെ കൈകളിൽ ബാണങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് രാമൻ ദുഃഖത്തോടെ പറയുകയാണ്. പക്ഷേ ഒന്നും ഭയപ്പെടാനില്ലെന്നും എത്രയും വേഗം ലക്ഷ്മണന് ബോധം തിരിച്ചു കിട്ടുമെന്നും സുഷേണൻ രാമനോട് പറയുകയാണ്. മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരും നിന്നുകൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനുമൊന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യം തപോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചുകൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരനോടെതിർത്താൻ അതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിയിടിനാൻ. പാരിൽ നിന്നിക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതിഘോരമായി ചെയ്തോരു നേരത്തു പാരമിളപ്പം രഘൂത്തമനിന്നു കണ്ടു. നാരദാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ. ഇന്ദ്രനും
മാതലിയോടു ചൊന്നാൻ മമസ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ, ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. യുദ്ധത്തിൽ രാമൻ ജയിക്കണമെങ്കിൽ ഇനി ചില സഹായങ്ങൾ ദേവന്മാരുടേതായി ഉണ്ടാവണം എന്ന് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ മാതലിയെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. Thank you.